എടാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചല്ലേ എറണാകുളത്ത് ജോലി കിട്ടിയത്. നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു, ഒരു PG നോക്കുന്നു, റൂം എടുക്കുന്നു, സെറ്റ് ആവുന്നു. ഈ IT ജോബൊക്കെ ഉണ്ടല്ലോ, പുറത്തുനിന്ന് കാണാൻ എന്തു സുഖാലേ. ചെയ്തപ്പോഴല്ലേ മനസ്സിലായത്. நான் புதுசா ரூமுக்கு ஆள் வேணும்னு சொன்னேன். நான் தான் அது തമിഴനാ அண்ணா அண்ணாட்ட பேര്? என் பேர் செல்வண்ணா. ഷൈൻ. சரி 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 போய் குளிச்சுட்டு வரேண்ணா. சரி சரி. തമിഴനാണെന്ന് പറഞ്ഞില്ലല്ലോ അയാൾ. அம்மா சொல்லுமா. சரி சரி நல்லா தான் இருக்கம்மா. அண்ணா டீ சாப்பிட வரியா? பரவாயில்ல, நீங்கள் போயிட்டு வாங்க போயிட்டு வாங்க. ആളൊരു പ്രത്യേക ടൈപ്പാണ് തോന്നുന്നല്ലേ. ചായ കുടിക്കില്ലയോ എന്തോ. ആ മലന്റെ മേലെ നോക്കി വെക്കോ. என்ன ப்ரோ ஜாலியாக இருக்கு கேமா? ബ്രോന്റെ കയറി இல்லை பரவாயில்ல பரவாயில்ல, இந்த ஃபோனில் அது மாதிரி கேம் எல்லாம் இல்லைங்க. കുടു ബ്രോ. சரி எப்படி ப்ரோ விளையாடுறது? കില്ലട്. യെസ് ഡിന്നർ. എടാ 16 കിലോ അണ്ണനാ. അണ്ണാ അണ്ണൻ വേറെ ലെവലനേട്ടാ. അവിടെ പോകാം കൂടെ. ഡാ ടിക്കറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാ സ്ക്രീനിലും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തായാലും ടിക്കറ്റ് ഉണ്ടാവും. അണ്ണാ ബാ സിനിമയ്ക്ക് പോവാ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് സെൽവ അണ്ണനെയും കൂട്ടി സിനിമയ്ക്ക് പോയി. മൊത്തത്തില് അടിപൊളി സിനിമ. മലയാളം വിളിച്ച കുറച്ച് എന്റെ മോനെ പതിയെ പുള്ളി കമ്പനി ആയി തുടങ്ങി. ഹലോ, ബീച്ചിന്റെ ഓണർ വന്നിരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞോട്ടാ. വേറെ പാർട്ടി വന്നിട്ടുണ്ട്. നിങ്ങളെക്കാളും കൂടി റെന്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഒന്നില്ലേ, നിങ്ങൾ റെന്റ് കൂട്ടി തരിക, അല്ലെങ്കിൽ 2 ഷെയറോ 1 ഷെയറോ നമ്മ സെറ്റാക്കി തരാം. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, ഇച്ചിരി പൈസ കൂടും. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. யோ அதெல்லாம் முடியாதுயா. இது பார்த்துக்கோ, சேஃப்டிஸில் போய் பார்த்துக்கோ. நான் இங்கே தான் இருக்கு. ரெண்டெல்லாம் கூட்டி தர முடியாது. പക്ഷേ നിന്നോടല്ലേ പറഞ്ഞു, അവരോட പറഞ്ഞു. നിനക്കെന്താ പ്രശ്നം? அவங்க வேற நான் வேற கிடையாது. நாங்கெல்லாம் ஒன்று தான். நீங்கள் கிளம்புங்க சார். தம்பிங்களா, இன்னைக்கு 1 வருஷம் ஆயிடுச்சு இந்த கம்பெனியில். அதனால நான் பேப்பர் போட்டுட்டேன். இந்த தீபாவளிக்கு நான் ஊருக்கு ഷിഫ്റ്റ് பண்ணலான்னு இருக்கேன். അണ്ണൻ പോയാ ഇനി നമ്മൾ കാണൂ? ഇനി കണ്ടാലും നമ്മളെയൊക്കെ ഓർക്കോ? அதெல்லாம் ஓர்க்குமாடா. എന്നാലും അണ്ണൻ ഞങ്ങളെ ദീപാവലിക്ക് വിളിക്കാത്തത് മോശം. உங்களெல்லாம் வீட்டுக்கு கூப்பிடணும்னு ஆசையாக தான் இருக்குது. என் வீட்டில் அவ்வளோ வசதியெல்லாம் கிடையாது. அதனால தான் கூப்பிடாம இருக்கு. അതൊന്നും പറവായില്ല അണ്ണ. വർഷത്തിൽ ഒരിക്കലേ ദീപാവലി വരുള്ളൂ. അതുകൊണ്ട് സന്തോഷമായിട്ട് അണ്ണൻ പോയി ദീപാവലി ആഘോഷിക്കും. ഇതുപോലെ എത്ര പേര് നമ്മുടെ ജീവിതത്തിൽ മിസ്സായി ഉണ്ടാവും അല്ലേ?